നിങ്ങളുടെ സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ അപൂർവ ദൃശ്യലേഖനത്തിന്റെ പകർപ്പ് കലാമണ്ഡലത്തിന് കൈമാറി. കലാമണ്ഡലം പത്മനാഭൻ നായരുടെ ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ചടങ്ങിലായിരുന്നു കൈമാറ്റം. മോഹിനിയാട്ടത്തിന്റെ കലാമണ്ഡലം ശൈലിക്ക് ശാശ്വതമായ അടിത്തറ പാകിയ പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ നൃത്താവിഷ്കാരങ്ങളുടെ അപൂർവ ദൃശ്യലേഖനത്തിന്റെ വീഡിയോ പകർപ്പ് കേരള കലാമണ്ഡലത്തിന് കൈമാറി. കഥകളി നാട്യാചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ 98ാം ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിലാണ് സത്യഭാമ ടീച്ചർ ട്രസ്റ്റ് ചെയർപേഴ്സൺ കലാമണ്ഡലം ചന്ദ്രിക മേനോൻ വീഡിയോ പകർപ്പ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണന് കൈമാറിയത്. ഇതോടെ മോഹിനിയാട്ടത്തിന്റെ ചരിത്രപരമായ ഈ അമൂല്യരേഖ കലാമണ്ഡലത്തിന്റെ ആർക്കൈവ്സിന്റെ ഭാഗമായി മാറും. 2008 കലാമണ്ഡലം കൂത്തമ്പലത്തിൽ സത്യഭാമ ടീച്ചറുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച മോഹിനിയാട്ടത്തിലെ ക്ലാസിക് ഇനങ്ങളുടെയും കലാമണ്ഡലം ശൈലിയുടെ ആധാരശീലകളായ അടവുകൾ, ചാരികൾ എന്നിവയുടെയും സമഗ്ര ദൃശ്യലേഖനമാണ് കൈമാറിയത്. മോഹിനിയാട്ട പഠനത്തിനും ഗവേഷണത്തിനും വരും തലമുറകൾക്ക് വിലമതിക്കാനാകാത്ത പഠനരേഖയായിരിക്കും ഈ ദൃശ്യശേഖരം. സത്യഭാമ ടീച്ചറുടെ ശിഷ്യരായ കലാമണ്ഡലം പത്മിനി, കലാമണ്ഡലം ലീലാമ, കലാമണ്ഡലം ഹൈമാവതി, ശിഷ്യയും മക്കളുമായ കലാമണ്ഡലം ലതിക, കലാമണ്ഡലം രാജലക്ഷ്മി, കലാമണ്ഡലം പുഷ്പലത എന്നിവർ അന്ന് വിവിധ മോഹിനിയാട്ട ഇനങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ദൃശ്യലേഖനത്തിന്റെ ഒരു പകർപ്പ് അന്ന് ഗുരു സത്യഭാമ ടീച്ചർക്ക് കലാമണ്ഡലം സമ്മാനിച്ചിരുന്നു. കലാമണ്ഡലത്തിന്റെ ആർക്കൈവ്സിൽ ലഭ്യമല്ലാതിരുന്ന ഈ വിലപ്പെട്ട രേഖ ഭാവി തലമുറയുടെ പഠനത്തിനും സംരക്ഷണത്തിനുമായി കലാമണ്ഡലത്തിന് കൈമാറാൻ സത്യഭാമ ടീച്ചറുടെ മകനും ട്രസ്റ്റ് സെക്രട്ടറിയുമായ ശശികുമാർ വേണാട്ട് സന്നദ്ധത അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് ഈ അപൂർവ ദൃശ്യരേഖ കലാമണ്ഡലത്തിന് സ്വന്തമായത്. മോഹിനിയാട്ടത്തിന്റെ മൂന്നാമത്തെ ശ്രമത്തിലാണ് ഈ മോഹിനിയാട്ടങ്ങളിൽ ഇവിടെ സാക്ഷരത പങ്കെടുത്തത്. അപ്പൊ അതിന്റെ തുടർച്ചയായാണ് കലാമണ്ഡലം ടീച്ചറും നാരായണൻ, പിന്നെ അതിൽ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് പണിക്കർ ആഘോഷമായത് തുടർന്ന് വിശ്വകരമായിട്ടുള്ള ശൈലിയായിട്ട് അംഗീകരിക്കപ്പെട്ടു. അതിന്റെ ഏറ്റവും പല വിരുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയുള്ളവർക്ക് വളരെ ധന്യമായ അത്ര അതില് ഏറ്റവും മുതിർന്ന അധ്യാപികമാരും ആചാര്യന്മാരൊക്കെ ഉള്ള ഒരു ചടങ്ങിൽ വെച്ച് ഇത് കൊടുക്കുക. കാരണം ഇത് 2000 ശൈലി പിന്നീട് 2008 കാലഘട്ടത്തിൽ കലാമണ്ഡലത്തിന്റെ വിസിറ്റിംഗ് പ്രൊഫസർ ആയിരുന്ന സമയത്ത് അന്നത്തെ ഭരണസമിതിയോട് ഇത് ട്വന്റി പോലുള്ള സ്ഥലമായിരുന്നു വൈസ് ചാൻസലർ ഇത് ഡോക്യുമെന്റ് ചെയ്യണമെന്ന് ആവശ്യം ഉന്നയിച്ചു. അത് അവരത് വളരെ അനുഭാവം പരിഗണിക്കുകയും ഈ കൂട്ടത്തിൽ വെച്ച് അതിൽ പങ്കെടുത്ത അധ്യാപകന്മാരെ ടീച്ചറുണ്ട്, ലീലാ ടീച്ചറുണ്ടായിരുന്നു, മൈമോദ ടീച്ചറുണ്ടായിരുന്നു. 12ാം വയസ്സിൽ കലാമണ്ഡലത്തിൽ നൃത്ത പഠനത്തിനായി ചേർന്ന സത്യഭാമ ടീച്ചർ ഭരതനാട്യത്തിനോടൊപ്പം മോഹിനിയാട്ടവും അഭ്യസിച്ചു. നാട്യാചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരിൽ നിന്നും കഥകളിയിലെ പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളും പരിശീലിച്ചു. പഠനം പൂർത്തിയാക്കിയ ഉടൻ മഹാകവി വള്ളത്തോളവരെ കലാമണ്ഡലത്തിലെ നൃത്താധ്യാപികയായി നിയമിച്ചു. മോഹിനിയാട്ടത്തെ കലാമണ്ഡലത്തിലെ പാഠ്യവിഷയമാക്കി അതിന്റെ അഭിനയ സമ്പ്രദായത്തിലും വേഷവിധാനത്തിലും ചരിത്രപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത് സത്യഭാമ ടീച്ചറുടെ നേതൃത്വത്തിലായിരുന്നു. പിന്നീട് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചപ്പോൾ അത് കലാമണ്ഡലം ശൈലിക്കുള്ള ദേശീയ അംഗീകാരമായി മാറി. സത്യഭാമ ടീച്ചറുടെ കലാസമ്പത്തും ഓർമ്മകളും ഇനി കലാമണ്ഡലത്തിന്റെ ആർക്കൈവ്സിലൂടെ വരും തലമുറകൾക്ക് ലഭ്യമാകും. മോഹിനിയാട്ട പഠനത്തിന് ഇത് ഒരു അമൂല്യ ഗ്രന്ഥമായി മാറും എന്ന് ട്രസ്റ്റ് സെക്രട്ടറിയും സത്യഭാമ ടീച്ചറുടെ മകനുമായ ശശികുമാർ വേണാട്ട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV.